നിങ്ങൾ ഒരിക്കൽ നീഷ് പെർഫ്യൂം ട്രൈ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ഡിസൈനർ പെർഫ്യൂമിലേക്കോ ഒരു അറബിക് പെർഫ്യൂമിലേക്കോ ഒരു ക്ലോണിലേക്കോ തിരിച്ചുപോക്കുണ്ടാകില്ല. നീഷ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രം ഉണ്ടാവും, ഒരു പാരമ്പര്യം ഉണ്ടാവും. വെറുതെ അല്ല അവർ ഇത്രയും വില അതിന് ഈടാക്കുന്നത്. അത്തരത്തിൽ ചരിത്രമുള്ള ഒരു പെർഫ്യൂമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെർഫ്യൂം. നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യുന്നത് പലതും വളരെ അപൂർവങ്ങളായിട്ടുള്ള പെർഫ്യൂമുകളാണ് ഞാൻ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പെർഫ്യൂമിനെ ഒരു ആർട്ടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കലയെ കലയായിട്ട് കാണുന്നവരാണ് നീഷ് പെർഫ്യൂമുകൾ വാങ്ങേണ്ടതും ട്രൈ ചെയ്യേണ്ടതും. അത്തരത്തിലുള്ള ഒരു പെർഫ്യൂമാണ് പ്രശസ്ത പെർഫ്യൂമറായിട്ടുള്ള, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു പേര്, ഫിലിപ്പോ സോർച്ചിനെല്ലി. ഫിലിപ്പോ സോർച്ചിനെല്ലിയുടെ ഒരു പെർഫ്യൂമാണ് ഓപ്പസ് ഉനം 1144. ഈ ഒരു പെർഫ്യൂമിന് വലിയൊരു ചരിത്രമുണ്ട്. ആരാണ് ഈ ഫിലിപ്പോ സോർച്ചിനെല്ലി? പെർഫ്യൂം ലോകത്തെ വ്യത്യസ്തനും ഒരു കലാകാരനും കൂടിയാണ് നമ്മുടെ ഫിലിപ്പോ സോർച്ചിനെല്ലി എന്ന് പറഞ്ഞ പെർഫ്യൂമർ. വെറും ഒരു പെർഫ്യൂമർ മാത്രമല്ല അയാൾ, ഒരു ഓർഗനിസ്റ്റ് കൂടിയാണ്. സംഗീതജ്ഞൻ, ചിത്രകാരൻ, ഡിസൈനർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ഒരാൾ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാൾ. വത്തിക്കാനിലെ മാർപ്പാപ്പമാരുടെയും വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലൂടെയാണ് ഇദ്ദേഹത്തെ ലോകമെങ്ങും അറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതൽ ഭക്തികാര്യങ്ങളിൽ അതീവ തീക്ഷ്ണതയുള്ള കുട്ടിയായിരുന്നു നമ്മുടെ ഫിലിപ്പോ സോർച്ചിനെല്ലി. അത് അദ്ദേഹത്തെ എത്തിച്ചത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നു. പള്ളികളിലെ സംഗീതത്തോടും ഗോത്തിക് കലയോടും ഇദ്ദേഹത്തിന് വലിയ താല്പര്യങ്ങളുണ്ടായിരുന്നു. വെറും 13-ാം വയസ്സിൽ തന്നെ വത്തിക്കാനിലെ കൂറ്റൻ കത്തീഡ്രലിൽ ഓർഗൻ വായിക്കുന്ന ഒരു ഔദ്യോഗിക ഓർഗനിസ്റ്റായിട്ട് നമ്മുടെ ഫിലിപ്പോ സോർച്ചിനെല്ലി മാറി. പിന്നീട് വത്തിക്കാൻ്റെ റോമിലുള്ള പ്രശസ്തമായ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സേക്രഡ് മ്യൂസിക് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഉപരിപഠനവും നടത്തി. 2001 പുള്ളി ഇറ്റലിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. കത്തോലിക്ക സഭയിലെ ഉയർന്ന പുരോഹിതർക്ക് വേണ്ടിയുള്ള തിരുവസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സ്ഥാപനമായിരുന്നു അത്. ചുരുങ്ങിയ സമയം കൊണ്ട് വത്തിക്കാൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് നടന്നത് ചരിത്രം. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ സെന്റ് പീറ്റേഴ്സ് ഓഫ് ബസിലിക്ക നിയോഗിച്ചത് നമ്മുടെ ഫിലിപ്പോ സോർച്ചിനെല്ലി എന്ന പെർഫ്യൂമറെ. മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കുമുള്ള വസ്ത്രങ്ങൾ തയ്ച്ച് പെട്ടികളിലാക്കി വത്തിക്കാനിലേക്ക് അയക്കുന്നതിന് മുമ്പ് അതിലെന്തോ ഒരു കുറവ് ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്തോ ഒരു അപൂർണത, തൃപ്തിയില്ലായ്മ ഫിലിപ്പോ സോർച്ചിനെല്ലിക്ക് തോന്നി. ഈ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടികൾക്ക് ഒരു പ്രത്യേകത കൊടുക്കാൻ സോർച്ചിനെല്ലി തീരുമാനിച്ചു. ഇതിനായി ഫിലിപ്പോ സോർച്ചിനെല്ലി ഓടിച്ചെന്ന് തൻ്റെ പഴയ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പള്ളികളിൽ ഉപയോഗിക്കുന്ന കുന്തിരിക്കം, പരിമള തൈലങ്ങൾ, അഭിഷേക എണ്ണകൾ, പഴയ മരങ്ങളുടെയും ദേവദാരു വൃക്ഷത്തിൻ്റെ മരപ്പശയും ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സുഗന്ധ തൈലം, സുഗന്ധ പെർഫ്യൂം നിർമ്മിച്ച് ആ പെട്ടികളിൽ സ്പ്രേ ചെയ്യാൻ തുടങ്ങി. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ ഈ വസ്ത്രങ്ങൾ അടങ്ങിയ പെട്ടികൾ തുറന്നപ്പോൾ പരന്ന സുഗന്ധം വത്തിക്കാനെ സാക്ഷാൽ മാർക്കോസിൻ്റെ മാളിക പോലെയാക്കി മാറ്റി. സുഗന്ധം വത്തിക്കാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും മാർപ്പാപ്പയെയും ഒരുപോലെ ആകർഷിച്ചു. ഈ മണം പിന്നീട് പലരും ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ 2013 ഫിലിപ്പോ സോർച്ചിനെല്ലി ഉനം എന്ന പേരിൽ അദ്ദേഹം ഒരു ബ്രാൻഡ് തുടങ്ങി. ഉനം എന്ന വാക്കിൻ്റെ അർത്ഥം ലത്തീൻ ഭാഷയിൽ ഒന്ന് അല്ലെങ്കിൽ ഐക്യം എന്നാണ്. അങ്ങനെ ഉനം എന്ന തൻ്റെ ബ്രാൻഡിൻ്റെ കീഴിൽ 2015 പുറത്തിറക്കിയ ഏറ്റവും പ്രശസ്തമായ പെർഫ്യൂമുകൾ ഒന്നാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അതാ ഇന്ന് എൻ്റെ കയ്യിലുള്ളത്, നമ്മുടെ കയ്യിരിക്കുന്ന ഓപ്പസ് ഉനം 1144 എന്ന പെർഫ്യൂം. ഈ ഓപ്പസ് 1144 എന്നതിനൊരു ചരിത്രമുണ്ട്. AD 1144 ഫ്രാൻസിലെ പാരീസിലുള്ള വിഖ്യാതമായ ബസിലിക്ക ഓഫ് സെന്റ് ഡെനീസ് എന്ന പള്ളിയുടെ ഗോത്തിക് ശൈലിയിലുള്ള നവീകരണ നിർമ്മാണം പൂർത്തിയായത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഗോത്തിക് കലയുടെ ഔദ്യോഗിക ജനന വർഷമായി കണക്കാക്കുന്നത് 1144. ഈ ചരിത്ര സംഭവത്തെ അടയാളപ്പെടുത്താനാണ് ഫിലിപ്പോ സോർച്ചിനെല്ലി 1144 എന്ന് തൻ്റെ പെർഫ്യൂമിന് പേരിട്ടത്. ഈ ചരിത്രം പറയാതെ നമുക്ക് ഈ പെർഫ്യൂമിലേക്ക് എത്താനാവില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പെർഫ്യൂമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു പെർഫ്യൂം ഇന്ത്യയിൽ തന്നെ പലരും റിവ്യൂ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിലാണെങ്കിലും അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് കൊണ്ടുവരാനും നിങ്ങളിത് ട്രൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം പെർഫ്യൂമുകൾ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. ഇതിനൊരു ചരിത്രമുണ്ട്, ഒരു സംഭവമുണ്ട്. ഇതുകൊണ്ടാണ് നീഷ് പെർഫ്യൂമിൻ്റെ ബോട്ടിലുകളും അതിൻ്റെ മണവും അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യസ്തമാകുന്നത്. അവരൊരു ചരിത്രം എടുത്തിട്ട് ആ ചരിത്രമാണ് ഒരു കുപ്പിയിൽ ആവാഹിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി മെയിൻ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ പറയാം: ആംബർ, സിട്രസ്, പൗഡറി, ബാൽസമിക്, വാനില, വുഡി, അരോമാറ്റിക്, മസ്കി, ഐറിസ്, അനിമലിക്. ഇതാണ് സെൻറ്റ് പ്രൊഫൈൽ. ഇനി ഇതിലെ നോട്ടിലേക്ക് വരാം.
ടോപ്പ് നോട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടാണ് എലമി. എലമി എന്ന് പറയുന്നത് ഒരു പശയാണ്, മരപ്പശ. ആ ഒരു എലമിയുടെ നോട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനൊരു വുഡി സ്മെല്ലല്ല, ഒരു സ്വീറ്റ് സ്മെല്ല അതിനുള്ളത്. മരം അത് കെട്ടുപോകാതിരിക്കാൻ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റിബോഡി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ മരപ്പശ. അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ഒരു മധുരമുണ്ട്. ആ ഒരു മധുരത്തിൻ്റെ നോട്ടാണ് എലമി, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ബെർഗാമോ, മാൻഡറിൻ ഓറഞ്ച്, ജാസ്മിൻ. മിഡിൽ നോട്ടിലെ ഐറിസ്, കാശ്മീർ വുഡ്, ഓർക്കിഡ്. ബേസ് നോട്ടിൽ വാനില, ബെൻസോയിൻ, ആംബർഗ്രീസ്, വൈറ്റ് മസ്ക്, സാൻഡൽവുഡ്, ലെതർ. തൻ്റെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇടുന്ന പേരിന് പോലും ഒരു ചരിത്രം കണ്ടെത്തി ബോട്ടിൽ നിർമ്മിച്ചുവെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന ഓരോ തുള്ളി എണ്ണകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക. എത്രമാത്രം പരിശുദ്ധിയോടുകൂടി ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഒരു തരത്തിലുള്ള കൃത്രിമ ചേരുവകൾ ചേർക്കാതെയാണ്, കലർപ്പില്ലാത്ത ഏറ്റവും ഗുണമേന്മയുള്ള ഓയിൽ വെച്ചിട്ടാണ് ഈ പെർഫ്യൂം നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഓരോ നോട്ടും അത് ആർട്ടിഫിഷ്യൽ നോട്ടല്ല, എക്സാക്റ്റ് അതിൻ്റെ തൈലങ്ങളും സുഗന്ധ തൈലങ്ങളും സുഗന്ധ എണ്ണകളും ചേർത്തിട്ട് വളരെ നാച്ചുറലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോട്ടിൽ തന്നെ ശരിക്കും ഇതൊരു കല്ലാണിത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോൺക്രീറ്റ് പോലുള്ള ഒരു സംഭവമാണ്. ഇതിനേക്കാൾ ഭാരം ഇതിനുണ്ട്. ഈ ഒരു സാധനം നിങ്ങളുടെ അലമാരയിൽ അല്ലെങ്കിൽ ഷെൽഫിലിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഈ ബോട്ടിൽ എന്ന് ചോദിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ചരിത്രം പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു പെർഫ്യൂമാണ്. ചരിത്രം വരുമ്പോഴാണ് അതിനൊരു വില കൂടുന്നത്. മനസ്സിലായല്ലേ? ഇപ്പോൾ ചുമ്മാ ഒരു പെർഫ്യൂം ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേരിനും പെരുമയേക്കാൾ ചരിത്രം അതിന് കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു പിൻബലമാണ്. അതിനൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ എനിക്ക് ബോട്ടിലിൻ്റെ ഇത് കണ്ടിട്ട് ഇദ്ദേഹം ആ ഒരു ഗോത്തിക് ശൈലിയിലുള്ള ഒരു വാസ്തുശില്പിയിൽ നിന്നും ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഒരു കല്ലുകൊണ്ട് നിർമ്മിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ബോട്ടിൽ പൂർണ്ണമായും ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ബോട്ടിലാണ്. എക്സ്ട്രേ ടൈപ്പ് പെർഫ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. 100 ml ഉണ്ട്. അപ്പം ഓയിൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, സ്ട്രോങ് ആണ്. ടെസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, കുറച്ച് തവണ യൂസ് ചെയ്തു. നിങ്ങൾ സാക്ഷാൽ മാർപ്പാപ്പമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഊഹിക്കാമല്ലോ അതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത്. കിട്ടുന്ന മണം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക മണം. ഞാൻ ഈ ഒരു ഫീല് നിങ്ങൾക്ക് ഇതിലെ ചരിത്രവും ഈ സംഭവം ഒരു ഗോത്തിക് ശൈലിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു മണമേ അല്ല. നിങ്ങൾക്ക് സ്പൈസ് ബോംബ് എക്സ്ട്രീമിനേക്കാൾ 10 മടങ്ങ് ലൈറ്റായിട്ടുള്ള, അതായത് മണത്തിൻ്റെ പെർഫോമൻസിൽ ലൈറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, അത്രയ്ക്ക് രൂക്ഷതയില്ലാത്തൊരു മണമാണത്. രൂക്ഷതയില്ലാത്ത വളരെ ലൈറ്റായിട്ടുള്ള ഒരു മണമാണ്. പക്ഷേ ഇതിൽ എന്തോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യുമ്പോണ്ടല്ലോ ഒരു നോർഡിക് അല്ലെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ മിസ്റ്ററി സിനിമയുടെ ഒരു തുടക്കം ഒന്ന് മനസ്സിലേക്ക് വരും. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ ഫീൽ അങ്ങനെയാണ്. ഇത് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമാണോ ഇത് നിങ്ങൾക്ക് കൊണ്ടാവുന്നുണ്ടോ എന്ന് കമൻറ്റിൽ പറയുക. എനിക്ക് ഓരോ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ ഓരോ സംഭവങ്ങൾ മനസ്സിൽ ഓർമ്മ വരും. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ലെങ്കിൽ എനിക്കത് പോയതുപോലെ അനുഭവം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം. ഒന്ന് ചിന്തിച്ച് നോക്കൂ. രാത്രിയിൽ കൊട്ടും തണുപ്പിൽ പെയ്യുന്ന നേർത്ത ചാറ്റൽ മഴ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കനത്ത കോടമഞ്ഞും തണുപ്പും. ആ മഞ്ഞിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്ന ഒരു പുരാതനമായ കല്ലറകൾ നിറഞ്ഞൊരു പഴയ സെമിത്തേരിക്ക്, അതിൻ്റെ നടുവിലൂടെ കല്ലറകൾക്ക് മുകളിലൂടെ മഞ്ഞിൻ്റെ പുക ഒഴുകി നടക്കുന്നു. തൊട്ടറിയാവുന്ന ഇരുട്ടിൽ ആകാശത്തേക്ക് മുനകൂർത്ത ഗോപുരങ്ങളായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരമായ ഒരു ഗോത്തിക് ശൈലിയുള്ള ഒരു പള്ളി. മുൻവശത്തായിട്ട് കാർഗോയിലുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. കനത്ത ഇരുട്ട്. ആ പള്ളിയുടെ ഭാരമേറിയ വലിയ മരവാതിൽ പതിയെ തള്ളി തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നു. പുറത്തെ ആ തണുപ്പിൽ നിന്നും ആ നനവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം. പല ഭാഷയിലുള്ള, അല്ലെങ്കിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത പല ഭാഷയിലുള്ള മന്ത്രങ്ങൾ. എന്നാൽ അവിടെ മനുഷ്യരുമില്ല. മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലൊരു ശബ്ദം. കേട്ടറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭാഷയിലുള്ള മന്ത്രങ്ങൾ ഉരുവിടുന്നു ആരോ. ഉള്ളിൽ കത്തിയിരിക്കുന്ന മെഴുകുതിരിയുടെ നേർത്ത വെളിച്ചം മാത്രം. ആ വായുവിൽ തങ്ങി നിൽക്കുന്ന പുകയുന്ന കുന്തിരിക്കത്തിൻ്റെ തീക്ഷ്ണമായ ഗന്ധം. കാലപ്പഴക്കം ചെന്ന എന്താ പറയുക, ബെഞ്ചുകൾ അല്ലെങ്കിൽ കട്ടിളകൾ, അല്ലെങ്കിൽ മര ഉരുപ്പടികളുടെ തണുത്തുറഞ്ഞ മാർബിൾ കല്ലുകളുടെയും മണം. ശരീരത്തിൽ ഒരു വിറയൽ സൃഷ്ടിക്കുന്ന ഈ ഒരു അന്തരീക്ഷം മുഴുവൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അണ്ണൻ ഫിലിപ്പോസ് ഓർച്ചിനല്ലി. ഇത് ഞാൻ പലതവണ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ഇതിങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മണം എന്താണെന്ന് പിടികിട്ടൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെത്തും പിടിയും കിട്ടില്ല ഇതിൻ്റെ മണം എന്താണെന്നുള്ളത്. ഈ രീതിയിൽ വിശദീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവും. ഞാൻ പലതവണ ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് ഇത് ഈ വീഡിയോയിലേക്ക് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിത് മറന്നുപോകും. എനിക്ക് ഉണ്ടായ ഫീൽ, ഞാനിത് തനിയെ ഇരുന്ന് എൻജോയ് ചെയ്തപ്പോൾ ഞാനിത് കുറിച്ച് വെച്ചു, എന്തൊക്കെ പറയണം, എന്താണ് ഇതിൽ കിട്ടിയ അനുഭവങ്ങൾ. അപ്പോൾ അത് പൂർണ്ണമായും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവും. അല്ലാതെ വെറുതെ എന്നാൽ പിന്നെ അടിച്ചേക്കാം എന്ന് പറഞ്ഞടിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല. ഇതാണ് ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളിത് ആസ്വദിക്കേണ്ട സമയത്ത് വേണം ആസ്വദിക്കാൻ. വെറുതെ ഒരു പെർഫ്യൂം വാങ്ങിയതുപോലെ അല്ല അത്.
ഇതിനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മർമ്മമുണ്ട്. ഇപ്പോൾ ഒരു ഷെർലക് ഹോംസ് പോലുള്ള ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം. എന്നാൽ ഡാർക്ക് ആണോ എന്ന് വെച്ചാൽ ഡാർക്ക് ആണ്, എന്നാൽ തലകുത്തിൽ വരുമോ ഒരിക്കലുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും. ഇപ്പോൾ അംവാജ് ഇന്റർലൂഡ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ലൈറ്റാണ് ഈ പെർഫ്യൂം. ഇത് സ്പൈസി മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങളോട് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മണം. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അത് സ്പ്രേ ചെയ്യുമ്പോൾ ആ എലിമിയുടെ ഒരു പ്രത്യേക ആ ഒരു പൈൻ മരത്തിൻ്റെ ഒരു പശയുടെ ഒരു മണവും പിന്നെ ബെർഗാമയുടെ ഒരു ഒരു മണവും, ഇതൊക്കെ ഒരു തണുത്തുറഞ്ഞൊരു മണം പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പതിയെ മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഐറിസിൻ്റെ മണം വരും, ഒരു പൗഡറി സ്മെല്ല്. അതൊരു കാശ്മീർ വുഡൊക്കെ ചേർന്ന് ഒരു പ്രത്യേക ഒരു വുഡി മണമായിട്ട് മാറും. അത് ഞാൻ പറഞ്ഞ പോലെ ആ പള്ളിയും ആ ഒരു ഗോത്തിക് ശൈലിയുള്ള പള്ളിയുടെ ഒരു മരവാതിൽ, മഴ കൊണ്ട് നനഞ്ഞു കുതിർന്ന ഒരു മരവാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊടിയുടെയും മരത്തിൻ്റെയും ഒക്കെ ഒരു മണം. അതാണ് മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു മണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഏറ്റവും താഴെ വരുന്നത് വാനിലയുടെയും സാൻഡൽവുഡിൻ്റെയും മണമാണ്. അതിനകത്ത് ബെൻസോയിൻ അടങ്ങിയിട്ടുണ്ട്. അതിനൊരു സ്പിരിച്വൽ മണം. ഇപ്പോൾ പള്ളിയിൽ അൽത്താരയിലൊക്കെ നിന്നിട്ടുള്ളവർക്കറിയാം, ഈ പള്ളിയിൽ പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ തൊട്ട് ഏറ്റവും ആദ്യത്തെ വരയിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഈ കുന്തിരിക്കം അല്ലെങ്കിൽ മീറ പുകയ്ക്കുമ്പോൾ ഒരു മണം വരും, അതിൻ്റെ ഒരു മണം. ആംബ്രഗ്രീസിൻ്റെ ഒരു മണം. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു ഡിവൈൻ ഏഞ്ചലിക് ഓറയാണ്, അല്ലെങ്കിൽ പ്രഭാവലയം തരുന്ന ഒരു പെർഫ്യൂമാണ് ഓപ്പസ് അനം 1144 എന്ന പെർഫ്യൂം. ഇതിൻ്റെ വില വരുന്നത് 100 ml 18,000 മുകളിലാണ് വില വരുന്നത്. ഈ ചരിത്രവും ഈ മണവും അറിയാതെ നിങ്ങൾക്ക് ഈ പെർഫ്യൂം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ല. ഇപ്പോൾ ഫിലിപ്പോസ് ഓർജിനലിയുടെ ഒരുപാട് പെർഫ്യൂമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പെർഫ്യൂം ഇറങ്ങുമ്പോൾ സ്പോട്ടിൽ സെയിലാവും. അത്രമാത്രം ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടാണ് ഒരു പെർഫ്യൂം നിർമ്മിക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന സമയം, അതിന് പിന്നിലുള്ള സഞ്ചാരം, യാത്രകൾ, ശരിക്കും പറഞ്ഞ ഒരു പെർഫ്യൂം അത് മേക്ക് ചെയ്ത് അത് പൂർത്തിയാകുമ്പോഴേക്കും ഒരു പെർഫ്യൂമർ ശോഷിച്ചിട്ടുണ്ടാവും. കവിത എഴുതുന്നവരെ കണ്ടിട്ടില്ലേ? ഉള്ളിലെ തീക്കനലിൽ നിന്ന് ജ്വലിച്ചിട്ടാണ് ഒരു കവിത എഴുതുന്നത്. ആ കവിത എഴുതി തീരുമ്പോഴേക്കും ആ കവി ചിലപ്പോൾ പാതി പോയിട്ടുണ്ടാവും, പാതി ജീവൻ അറ്റുപോയിട്ടുണ്ടാവും. തിരക്കഥകളൊക്കെ ഇപ്പോൾ ലോഹിതദാസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചില കഥകളൊക്കെ എഴുതുമ്പോൾ പട്ടിണി കിടന്നും തന്നെ പീഡിപ്പിച്ചിട്ടൊക്കെയാണ് തിരക്കഥകളൊക്കെ എഴുതുന്നത്. അതുപോലെയാണ് പെർഫ്യൂമർ. നീഷ് പെർഫ്യൂംസ് ഒക്കെ മേക്ക് ചെയ്യുമ്പോൾ അതിന് പിന്നെ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. സോ ഈ പെർഫ്യൂമിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രേറ്റഡ് പെർഫ്യൂമാണ്. സോ പെർഫ്യൂമിൻ്റെ പെർഫോമൻസ് പറയാനൊന്നുമില്ല, അത് ബീസ്റ്റാണ്. ബീസ്റ്റ് മോഡ് പെർഫോമൻസ് ആണ്. 4 സ്പ്രേ മതിയാവും. ഞാൻ നിങ്ങൾക്ക് 2 ml എത്ര സ്പ്രേ ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട്. 40 സ്പ്രേ ചെയ്യാൻ പറ്റും 2 ml ഡീക്കൻഡിൽ. അപ്പോൾ നീഷ് പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ പെർഫ്യൂം നിങ്ങൾ വാങ്ങണം, എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ ഇപ്പോൾ ഒറ്റ ബോട്ടിലേ ഉള്ളൂ. അപ്പോൾ വാങ്ങാൻ പറ്റുന്നവർ വീഡിയോ കണ്ടു തീർക്കുന്നതിന് മുമ്പ് വാങ്ങുക. എപ്പോൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരവും രാത്രിയിൽ നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ വേണം ഇത് യൂസ് ചെയ്യാൻ. വാങ്ങി ഉടനെ എടുത്ത് അടിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ രാത്രി വേണം ഉപയോഗിക്കാൻ, തണുപ്പുള്ള സമയത്ത് രാത്രി. സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞൊരു 4 സ്പ്രേ. ഇത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള മണങ്ങൾക്ക് താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിലും ശരി, പുരുഷന്മാരാണെങ്കിലും ശരി, അവർക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം. എല്ലാവിധത്തിലും ഹൈ ക്വാളിറ്റി ജ്യൂസാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നീഷ് പെർഫ്യൂം ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം. വൈകുന്നേരം രാത്രി മാത്രം ട്രൈ ചെയ്യുക. ഇതിൻ്റെ 2 ml 5 ml 10 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്. കമൻറ്റിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് വിലയും കാര്യങ്ങളും. താങ്ക് യു സോ മച്ച്.